Rajani, Bindu, Bindu, Lakshmi, Shaiju. ഇന്ന് ദ്വിമാന സമവാക്യം പഠിക്കും. A+B ആഹാ നിന്നെയാണല്ലോ ഞാൻ ഇവിടെ തിരക്കിയത്. ഇവിടെ വേണം ഇവിടെ വരെ അമ്മയാണല്ലോ. ഇവർ ഒറ്റ ദിവസം ക്ലാസ്സുകളില്ല. വരുന്ന ദിവസങ്ങളിൽ ക്ലാസ് മറ്റുള്ള കുട്ടികൾക്ക് കൂടെ ശല്യം. പഠിക്കാനും വയ്യ അവന്റെ അഭ്യാസങ്ങൾ. ആവടാ അമ്പഴിക്കാൻ ഇറങ്ങി ഒന്നാമതാ ഇങ്ങനെ പഠിച്ചു ഒന്നാമതാടാ 10 നേരം പഠിക്കുന്നത്. മര്യാദയ്ക്ക് ഒന്നുകൂടാ. ഇനി എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കാൻ പാടില്ല. മര്യാദ കാര്യങ്ങൾ നന്നായിട്ട് വരും. മുടങ്ങാതെ വന്നോണം കേട്ടല്ലോ. പോയി അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ചോണം എന്റെ കാര്യം. എന്ത് വിഷയം ഉണ്ടെങ്കിലും നേരിട്ടുള്ളത് എന്നോട് പറയും. ബാക്കിയാ മതി. ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് പറഞ്ഞു എന്താണ് വിഷയം? എന്ത് ചെയ്യാനാ? B² അല്ലേ? A² പ്ലസ് 2AB പ്ലസ് B². ഇവിടെ വേണം. നിന്നെ ക്ലാസ്സിൽ ഇല്ലാതിരിക്കുന്ന ഇവിടെ ഒന്നാലോചിച്ചാൽ നല്ലത്. നിനക്ക് എന്താടാ പ്രശ്നം? എന്താ പഠിക്കാനാണ് വരുന്നത്? നീ അങ്ങോട്ടറിയ പഠിപ്പിച്ചോണ്ടിരിക്കുന്നു. ഇത് ഞാൻ മര്യാദ ശരിയാക്കളെ പോയിടാ ഓരോരോ അറിയിക്കോ. അപ്പൊ കുട്ടികളെ നമ്മൾ പഠിച്ചത് ഇത് നിങ്ങൾ 10-50 പേര് ഇരിപ്പുണ്ട്. ഇതിലൊന്നൊക്കെ ഇങ്ങനെ ആവും. നിങ്ങളതൊന്നും ശ്രദ്ധിക്കണ്ട. അവനെ ഞാൻ ശരിയായിക്കോളാം. നിങ്ങൾ ശ്രദ്ധിക്കുക, പഠിക്കുക. അപ്പൊ A+B ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു A². അതായത് A × A അല്ലേ? A². പിന്നെയോ 2A × B. പിന്നെയോ B² അല്ലേ? B². നമ്മൾ ഇന്നലെ പഠിച്ചത് ത്രികോണങ്ങളുടെ കർണവും പാദവും ലംബവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള തിയറി ആയിരുന്നു. എന്തായിരുന്നു അതിന്റെ പേര്? പൈതഗോറസ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കും. നിങ്ങൾ അതിന്റെ ഉത്തരം പഠിച്ചിട്ടുണ്ടല്ലോ. എല്ലാ ദിവസവും കൃത്യമായി പഠിച്ചു തിരിച്ചു വേണമെന്ന് ആവശ്യം. അപ്പൊ ഇതോടെ ആയിക്കട്ടെ. ഒരു ചോദ്യത്തിന് ഉത്തരം സിന്ധു പറയണം. പൈതഗോറസ് തിയറം നമ്മുടെ ഫോർമുല രൂപത്തിൽ, എൻ്റെ ഈ രൂപത്തിൽ ഫോർമുല രൂപത്തിൽ പറയും. എന്താണ് കർണവും പാദവും ലംബവും തമ്മിലുള്ള ബന്ധം പ്രതിപാദിക്കുന്ന ഫോർമുല പറയും. ആ സമവാക്യം പറഞ്ഞു. അറിയോ? ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നോ? ശൈലി പഠിക്കുവാണോ? 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സാണ്. ഇല്ല രജനിയോ ആഴ്ച എത്ര ദിവസം? ആര് പറഞ്ഞു?
നിങ്ങൾ കണ്ടു പഠിക്കണം. നിങ്ങൾ മാതൃകയാക്കേണ്ടത് ലുംലയാണ്. കേട്ട് പഠിക്കും. അപ്പൊ ലുംലയ്ക്ക് കണ്ടല്ലോ, ഇതാണ് കഴിഞ്ഞ ദിവസം പഠിച്ചു, ഇന്നത് പഠിച്ചു. ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും, കേട്ട് പഠിക്കാം. അപ്പൊ എന്തായാലും പറഞ്ഞത് ഇന്നലെ വന്നില്ലെന്ന് ഒരു കാര്യം ചെയ്യും, ഒരു 500 പ്രാവശ്യം സിന്ധുവിനിടയ്ക്ക് ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ. അത് ഞാൻ കേട്ടിക്കോളാം. അപ്പൊ സിന്ധു എന്താ പഠിക്കാൻ മറന്നുപോയി, പഠിച്ചതായിരുന്നു. മംഗള മനോരമ വായിക്കും, പിന്നെ എങ്ങനെ പഠിക്കും? അച്ഛൻ ഒളിച്ചാണ് വായിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ബാലരമയും വായിച്ച് മനോരാജ്യം കണ്ടിരുന്നാൽ മതി. ഒരു കാര്യം ചെയ്യും, അപ്പൊ അവിടെ 500 അല്ലേ കൊടുത്ത്, 1000 തരാം. ആഹാ, ഒരു കാര്യം ചെയ്യും, 280 പ്രാവശ്യം. അപ്പൊ തൽക്കാലം ഞാൻ അടി കൊടുത്താൽ മതിയോ? ഞാനേ തീരുമാനിക്കാൻ തോന്നണം. അതുകൊണ്ടൊക്കെ കയ്യെണ്ണ മുഴുവൻ ധരിക്കാമല്ലോ. പൂജയോ? ഏതമ്പലത്തില? താൻ പാതി ദൈവം പാതി എന്നാ. ആദ്യം അവനവൻ ചെയ്യാനുള്ള പണി ചെയ്യും. അതുകൊണ്ട് ഇന്ന് പഠിപ്പിച്ചത് നാളത്തേക്ക് വെക്കരുത്, നാളത്തിലോട് വരരുത്. ഇന്നത്തെ ഇന്ന് തന്നെ പഠിക്കുക. നാളെ ഇതെല്ലാം കൃത്യമായി പഠിച്ചു വരണം. ഇത് സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, എഴുതിക്കും. അറിയാമല്ലോ ആസാറിന്റെ സ്വഭാവം എന്താണെന്ന് അറിയാമല്ലോ. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ബെല്ലടിച്ചു പോയിക്കൊന്നിനും